തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അന്തരിച്ചു എന്ന തരത്തിൽ തമിഴ് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തെറ്റാണ് എന്ന് അപ്പോളോ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ബുള്ളറ്റിൻ. ഇപ്പോഴും എഗ്മോയുടെ സപ്പോർട്ടോടുകൂടി ജീവൻ നിലനിർത്താനുള്ള കഠിനമായ ശ്രമത്തിലാണ് ഹോസ്പിറ്റൽ ഡോക്ടർമാരും ഒപ്പം തന്നെ എയിംസിൽ നിന്നുള്ള ഡോക്ടർമാരും എന്നാണ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ, മരിച്ചു എന്ന തരത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കരുത് എന്നാണ് അപ്പോളോ ഹോസ്പിറ്റൽ ഏറ്റവും പുതുതായി അറിയിച്ചിട്ടുള്ളത്. 12 മണിക്കൂർ കൂടി നിരീക്ഷണത്തിൽ ഇരിക്കേണ്ടതുണ്ട്. അതിനുശേഷമുള്ള അപ്ഡേഷനുകൾ, ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കും എന്നാണ് അപ്പോളോ ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പല AIADMK നേതാക്കളും ഇത്തരത്തിൽ മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ നൽകിയിരുന്നു. അതിനെ കോട്ട് ചെയ്തുകൊണ്ടുകൂടിയായിരുന്നു തമിഴ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ മാധ്യമങ്ങളെല്ലാം വാർത്ത ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു ഉള്ള സാഹചര്യമാണ്. ഏതായാലും സുരക്ഷ വലിയ രീതിയിൽ ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നു. അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഗ്രീംസ് റോഡ് എല്ലാം പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ദേശീയപാതയിലെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കുന്നു, അത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ജോർജറ്റ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജോർജറ്റ്, ആദ്യം ഇങ്ങനെ മരണ വാർത്ത വരുന്നു. പല AIADMK നേതാക്കളെയും കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു ആ മരണ വാർത്ത പല പ്രമുഖ മാധ്യമങ്ങളും നൽകിയത്. പിന്നീട് ഹോസ്പിറ്റൽ ഇങ്ങനെയൊരു മെഡിക്കൽ റിപ്പോർട്ട് ഇറക്കുന്നു. ആ വിധത്തിൽ 12 മണിക്കൂറിലേക്ക് കൂടി കാര്യങ്ങൾ നിരീക്ഷണത്തിലേക്ക് പോകണമെന്ന് AIADMK നേതാക്കൾ പറയുന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇന്നലെ മുതലുള്ള അഭ്യൂഹങ്ങൾ, ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത. അല്പസമയം മുമ്പ് ജയലളിത മരിച്ചു എന്ന തരത്തിൽ തമിഴ് മാധ്യമങ്ങൾ AIADMK നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനുശേഷം സ്ഥിതിഗതികൾ ഏറെ നിയന്ത്രണാതീതമായി എങ്കിലും പോലീസ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. മരണവാർത്ത പുറത്തു വന്ന ഉടനെ തിടുക്കപ്പെട്ട അപ്പോളോ ആശുപത്രിയിൽ നിന്ന് ആ വാർത്തകൾ തെറ്റാണ്, വാർത്തകൾ പിൻവലിക്കണം, ജയലളിതയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണെങ്കിലും ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും നടത്തുന്നു എന്ന തരത്തിൽ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരുന്നു. ജയലളിത മരിച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും പിൻവലിച്ചിരിക്കുന്നു. എങ്കിലും അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഏത് നിമിഷവും അത്തരത്തിലൊരു ദുഃഖവാർത്ത പുറത്തു വരാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും, അത്തരമൊരു വാർത്തയെ ഫേസ് ചെയ്യാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും MLA-മാരടക്കമുള്ളവരും മന്ത്രിമാരടക്കമുള്ളവരും ഗവർണർ ഉൾപ്പെടെയുള്ളവർ അപ്പോളോ ആശുപത്രിയിൽ ജയലളിതയുടെ സമീപത്ത് തന്നെ ഉണ്ട്. അല്പം മുമ്പ് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടി വെങ്കയ്യ നായിഡു തമിഴ്നാട് ജനപ്രതിനിധികളുമായും ഡോക്ടർമാരുമായും നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു മരണവാർത്ത വന്നാൽ അതിനെ നേരിടാൻ വേണ്ട എല്ലാത്തക്ക ക്രമീകരണങ്ങളും തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്തു കഴിഞ്ഞു. ജയലളിത മരിച്ചു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ നിരവധി ആത്മഹത്യകൾക്കുള്ള ശ്രമങ്ങളൊക്കെ നടന്ന വാർത്തകളും ഇതിനിടെ പുറത്തു വന്നു. ഏറെ വൈകാരികമായാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇന്നലെ മുതലുള്ള ജയലളിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. നിരവധി ആളുകൾ അപ്പോളോ ആശുപത്രിയുടെ മുന്നിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകളടക്കമുള്ളവർ വാവിട്ട് നിലവിളിക്കുന്ന രീതിയിൽ വൈകാരികമായി തന്നെ ഉള്ള ദൃശ്യങ്ങളടക്കം മറ്റു മാധ്യമങ്ങളിലൂടെ പുറം ലോകം കാണുകയുണ്ടായി. എന്തായാലും ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ജയലളിതയുടെ ആരോഗ്യനില കൂടുതൽ വഷളായി തന്നെയാണ് ഉള്ളത് എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഔദ്യോഗികമായി ആശുപത്രി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ജയലളിതയുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയലളിതയുടെ ജീവൻ ഇപ്പോൾ യന്ത്രസഹായത്താൽ നിലനിർത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 12 മണിക്കൂർ സമയം കൂടി ഡോക്ടർമാർ ഇപ്പോൾ നീട്ടി ചോദിച്ചിട്ടുണ്ട്. അത്രയും സമയം കൂടി അവർ നിരീക്ഷണത്തിലാണ്. പക്ഷേ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്താനുള്ള സാഹചര്യം വളരെ കുറവാണ്. ശ്വാസകോശത്തിൽ അണുബാധ ബാധിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ജയലളിതയുള്ളത്. ലണ്ടനിൽ നിന്നുള്ള റിച്ചാർഡ് ബെയ്ലി എന്ന ഡോക്ടറുടെ നേതൃത്വത്തിലാണ് എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുണ്ട്, അപ്പോളോയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെയുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ എല്ലാ സാധ്യമായ ചികിത്സാ സംവിധാനങ്ങളും ചികിത്സാ രീതികളും ജയലളിതയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും ശുഭകരമായൊരു വാർത്തയല്ല
നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരും തമിഴ്നാട്ടിലെ ജനപ്രതിനിധികളുമൊക്കെ വളരെ ജാഗ്രതയോടെ ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തും സുരക്ഷ കേന്ദ്രീകരിക്കുന്നത്. നേരത്തെ ആശുപത്രിക്കുള്ളിൽ നിന്ന് വാർത്തകളൊക്കെ ലഭ്യമാകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം വാർത്തകളൊക്കെ ലഭ്യമായിരുന്നുവെങ്കിലും അതിനൊക്കെ കർശന നിയന്ത്രണം ആശുപത്രിക്കുള്ളിൽ ജീവനക്കാർക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയലളിതയുമായി അടുത്ത് ബന്ധമുള്ള ഇപ്പോൾ ആശുപത്രിയിലുള്ള AIADMK പ്രവർത്തകരോ ആശുപത്രി പുറത്തുവിടുന്ന വാർത്താ ബുള്ളറ്റിൽ നിന്ന് മാത്രമേ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. യെസ്, അതിലേക്ക് ഏതായാലും വളരെ വേഗം എത്താം. ഏതായാലും സുരക്ഷ കർശനമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. പലയിടത്തിലും ചില നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഷോപ്പുകൾ അടക്കം അടയ്ക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിരുന്നു. പലയിടങ്ങളിലും ശക്തമായ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിന്റെ പരിസരത്തു നിന്നും ജനങ്ങളെ ആകെ ഒഴിപ്പിച്ചിരുന്നു. കുറച്ച് ചുരുക്കം AIADMK നേതാക്കളും പോലീസും മാത്രമാണ് ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഉള്ളത്. ജയലളിത സുരക്ഷിതയാണെന്നും ജീവൻ നിലനിർത്താനുള്ള കഠിനമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് ഉള്ള മെഡിക്കൽ ബുള്ളറ്റിനും ഒപ്പം തന്നെ ഡോക്ടർമാർ അറിയിക്കുന്ന കാര്യങ്ങളും. എങ്കിലും ജയലളിതയ്ക്ക് ആപത്ത് സംഭവിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നിരവധിയായ സംഭവങ്ങൾ, പ്രശ്നങ്ങൾ, ഒരുപക്ഷെ അപ്പോളോ ഹോസ്പിറ്റലിന് സമീപത്തും അക്രമ സംഭവങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ജോർജറ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഒരു സിറ്റുവേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരുന്നത്. 2 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുഴയിലേക്ക് ചാടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു വാർത്ത അറിഞ്ഞ് തന്നെ 4 പേർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു. ഇത്തരം സിറ്റുവേഷനുകളൊക്കെ എങ്ങനെയാണ് തമിഴ്നാട് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ? ഇന്നലെ മുതൽ ഇതിനു വേണ്ട എല്ലാ മുൻകരുതലുകളും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിർത്തികളിലൊക്കെ സുരക്ഷ, അയൽ സംസ്ഥാനങ്ങളിലുമൊക്കെ വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. വൈകാരികമായി ജനങ്ങൾ പ്രതികരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സേനയെ ആശുപത്രിയുടെ പരിസരത്തും പ്രധാന നഗരങ്ങളിലുമൊക്കെ വിന്യസിച്ചിരുന്നു. ഇന്ന് രാവിലെ മുതൽ കൂടുതൽ ആൾക്കാർ അപ്പോളോ ആശുപത്രിയുടെ മുന്നിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ ഉണ്ടായത്. വികാരപരമായി തന്നെ ജനങ്ങൾ പ്രതികരിക്കുന്നു. അവരുടെ നേതാവിന്, അവരുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഓരോരുത്തരും TV-ക്ക് മുന്നിൽ ആയിരിക്കുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങളെ സമീപിക്കുന്ന, നേരിട്ടെത്താവുന്നവർ അത്തരത്തിലൊക്കെ ആശുപത്രിയിൽ എത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. രാവിലെ 11 മണിയോടുകൂടിയാണ് ഇന്ന് ആദ്യ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നത്. ജയലളിതയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിരിക്കുന്നു, സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നു, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നുണ്ട് എന്ന രീതിയിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനായിരുന്നു പുറത്തു വന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി ഡോക്ടർമാരുടെ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ലണ്ടനിൽ നിന്നുള്ള ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിയുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നു. സാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യാശയ്ക്ക് വകയില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. വളരെ ദുഃഖിതനാണ്. ആരോഗ്യസ്ഥിതി തിരിച്ചു ലഭ്യമായ നിലയിലായിരുന്നു ജയലളിത. പക്ഷേ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം ചികിത്സയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്താക്കുറിപ്പാണ് ഉച്ചയ്ക്ക് ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്. ഇതോടെ AIADMK പ്രവർത്തകരും ജയലളിതയെ സ്നേഹിക്കുന്നവരൊക്കെ ഏറെ ആശങ്കയിലായിരുന്നു. വൈകിട്ട് 5:30 ജയലളിത മരിച്ചതായി പാർട്ടി നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് തമിഴ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. അതോടെ ആശുപത്രിയുടെ പരിസരത്ത് തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾ ബാരിക്കേഡുകൾ ഭേദിക്കുകയും നിയന്ത്രണാതീതമായി വികാരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതോടെ പോലീസിന് ലാത്തിചാർജ് വരെ നടത്തേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. സ്ത്രീകൾ റോഡിൽ കുത്തിയിരുന്നു, അലമുറയിട്ട് കരയുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി. ഏറെ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഈ സാഹചര്യത്തിലാണ് 2 സ്ത്രീകൾ തടാകത്തിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നത്. കൂടുതൽ അത്യാഹിതങ്ങളിലേക്ക് കടക്കുന്നതിനിടെ, അക്രമ സംഭവങ്ങളിലേക്ക് കടക്കുന്നതിനിടെയാണ് ആശുപത്രിയിൽ നിന്ന് തന്നെ ജയലളിത മരിച്ചിട്ടില്ല, വാർത്തകൾ പിൻവലിക്കണമെന്ന തരത്തിൽ വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. ഇതോടെ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തെത്തിയതോടെ തമിഴ് മാധ്യമങ്ങളടക്കം വാർത്ത റിപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമങ്ങളും ജയലളിതയുടെ മരണ വാർത്ത പിൻവലിക്കുകയും ആശുപത്രിയിൽ അവർ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സ്ഥിതിഗതികൾ പോലീസിൻ്റെ നിയന്ത്രണ വിധേയം ആയി മാറിയത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം നിയന്ത്രണ വിധേയം ആണ്. ഏതൊരു സാഹചര്യവും നേരിടാൻ തക്ക പോലീസ് വിന്യാസം ആശുപത്രിയുടെ പരിസരത്തും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ഉണ്ട്. AIADMK പാർട്ടി ഓഫീസിൽ താഴ്ത്തിക്കെട്ടിയ കൊടി പിന്നീട് പ്രവർത്തകർ തന്നെ ഉയർത്തിക്കെട്ടുന്ന രീതിയിലേക്ക് വാർത്തകളുടെ രീതി മാറി മറിഞ്ഞു. ആശുപത്രി അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയലളിതയുടെ മരണ വാർത്ത എല്ലാവരും പിൻവലിച്ചത്. നേരത്തെ പാർട്ടി നേതാക്കളുടെ
വാക്കുകളിൽ നിന്നാണ് ജയലളിത മരിച്ചു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നതും. എന്തായാലും ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ അപ്പോളോ ആശുപത്രി ഐസിയുവിൽ ചികിത്സയിലാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആശുപത്രിയിൽ എല്ലാ ചികിത്സാ സഹായവും നൽകുന്നു. MLA മാരും മന്ത്രിമാരും അടക്കമുള്ളവർ ആശുപത്രിയിലുണ്ട്. അല്പസമയത്തിനകം അവർ യോഗം ചേരും, കാര്യങ്ങൾ വിലയിരുത്തും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഓരോ നിമിഷവും എന്തും സംഭവിക്കാവുന്ന രീതിയിലാണ് ജയലളിതയുടെ ആരോഗ്യനില ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 12 മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം അറിയാം എന്ന രീതിയിലാണ് ആശുപത്രിയിൽ നിന്ന് അവസാനമായി ഔദ്യോഗികമായി ലഭ്യമായ വിവരങ്ങൾ. സൗമ്യ, ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഗ്മോയുടെ സപ്പോർട്ടോടുകൂടിയാണ് ശരീരം പ്രവർത്തിക്കുന്നത് എന്നാണ്. അതായത് ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും പ്രവർത്തനം പൂർണ്ണമായും യന്ത്ര സഹായത്തോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. ശരീരത്തിലെമ്പാടും ഓക്സിജൻ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഈ എഗ്മോയുടെ സഹായത്തോടു കൂടിയാണ് ഉള്ളത്. ഒരുപക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ വഷളാണ് എന്നുള്ള സൂചനകൾ തന്നെയല്ലേ നൽകുന്നത്? തീർച്ചയായിട്ടും സർജറിക്ക് സമാനമായ ചികിത്സകളൊക്കെയാണ് ഇന്ന് ജയലളിതയ്ക്ക് നൽകിയത്. ജയലളിതയുടെ എല്ലാ അവയവങ്ങളും യന്ത്രസഹായത്താലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ യന്ത്രസഹായത്താലാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ശ്വാസകോശത്തിൽ അണുബാധയുണ്ട് എന്നാണ് ഏറ്റവും വലിയ ഡോക്ടർമാരെ കുഴയ്ക്കുന്ന പ്രശ്നം. ഇതിൽ നിന്നൊരു മോചനം എത്രത്തോളം ഈ ആരോഗ്യനിലയിൽ ജയലളിതയ്ക്ക് തരണം ചെയ്യാനാകുമെന്നതാണ് ആശങ്കപ്പെടുന്ന സാഹചര്യം. യന്ത്രസഹായത്താൽ നിലനിൽക്കുന്ന ഒരു ജീവൻ ആണ്. സാധാരണ നിലയിൽ ഇത്ര ഗുരുതരമായ ആരോഗ്യസ്ഥിതിയിലുള്ള ഒരു രോഗിക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ വേഗം മരണം സ്ഥിരീകരിക്കുകയാണ് പതിവ്. പക്ഷേ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ, ജയലളിതയെ പോലെ ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ വിദഗ്ധ ഡോക്ടർമാർ അവർക്ക് മികച്ച സേവനങ്ങൾ നൽകുമ്പോൾ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഡോക്ടർമാർ ഇപ്പോഴും അതീവ ശ്രദ്ധയോടെ വിദഗ്ധ ചികിത്സകളൊക്കെ നൽകി വരുന്നത്. പക്ഷേ ആശങ്കാജനകമാകും വിധം അവരുടെ ആരോഗ്യസ്ഥിതി വീണ്ടും ഗുരുതരാവസ്ഥയിലേക്ക് കൂടുതൽ വഷളാകുന്നു എന്ന തരത്തിൽ തന്നെയാണ് അവസാന നിമിഷവും ആശുപത്രിയിൽ നിന്ന് വന്ന വാർത്താക്കുറിപ്പും ഡോക്ടർമാരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അണികൾ ആശങ്കാകുലരായി നോക്കി നിൽക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ലഭ്യമാകാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് ജയലളിതയ്ക്ക് തമിഴ്നാട്ടിൽ ലഭിക്കുന്നത്. കാരണം ഓരോ ജനങ്ങളോടും ജയലളിതയോട് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മാനസികമായ ഐക്യം, അമ്മ എന്ന തരത്തിൽ അവർ ഏറ്റെടുത്ത ഒരു നേതാവിൻ്റെ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. അത്രത്തോളം തീവ്രമായി തന്നെ അവർ പ്രതികരിക്കും. ആ തീവ്രത ഏത് തലങ്ങളിൽ ഏത് ലെവലിലെത്തും എന്നുള്ളതിനെ പറ്റിയുള്ള വളരെ ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തും കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും മറ്റും ചെയ്തിരിക്കുന്നത്. 5:30 അവരുടെ വിയോഗം ഉണ്ടായി എന്ന വാർത്തകളൊക്കെ പുറത്തു വന്ന സമയത്ത് തന്നെ തമിഴ്നാട്ടിലെ മിക്കയിടങ്ങളിലും കടകളൊക്കെ അടയ്ക്കുകയും ബന്ദിന് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ അവധി കൊടുത്തിരുന്നു, പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു, പൊതുപരിപാടികളൊക്കെ മാറ്റിവെച്ചിരുന്നു. ജയ TV-യും ഈ കാര്യങ്ങളിൽ ഔദ്യോഗികമായി ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം MLA-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ഒരു ഔദ്യോഗിക പ്രതികരണം മാധ്യമപ്രവർത്തകർക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗമ്യ, കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ വളരെ വേഗം എത്താം. ഏതായാലും ജയലളിത അവരുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. അപ്പോളോ ഹോസ്പിറ്റലിൽ ഇഗ്മോയുടെ സഹായത്തോടു കൂടി തന്നെ ജയലളിതയുടെ ആരോഗ്യസ്ഥിതി തിരികെ എത്തിക്കാനുള്ള ഒരു കഠിനമായ ശ്രമം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. 12 മണിക്കൂറുകൾ കൂടി വെയിറ്റ് ചെയ്യാനാണ് ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിൻ വഴി അറിയിച്ചിരിക്കുന്നത്. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നും 12 മണിക്കൂർ കൂടി അതീവ നിരീക്ഷണത്തിലാണ് അവർ എന്നുമാണ് അപ്പോളോ ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരമുള്ളത്. എന്നാൽ തന്നെയും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള വലിയ നിർദ്ദേശങ്ങൾ കൂടി സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നുണ്ട്. ജോർജറ്റിലേക്ക് ഒരിക്കൽ കൂടി വേണം. ജോർജറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അതായത് പോലീസ് സുരക്ഷ ഒരുക്കുന്നതടക്കം, ദേശീയ പാതകളിൽ സുരക്ഷ ഒരുക്കുന്നതടക്കം, ഹോട്ടലുകൾ പലതും അല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ അടപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ.
സൗമ്യ, ജയലളിത അത്യാസന്ന നിലയിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്ന ഉടനെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തമിഴ്നാട് ഗവർണറുമായും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സേവനം അനുഷ്ഠിക്കുന്ന പനീർശെൽവവുമായും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ കേന്ദ്ര സേനയെ കൂടുതൽ സുരക്ഷയ്ക്കായി തമിഴ്നാട്ടിലേക്ക് അയക്കാം എന്നുള്ള നിർദ്ദേശം നൽകുകയും 9 ബറ്റാലിയൻ കേന്ദ്ര സേനയെ തമിഴ്നാട്ടിലേക്ക് വിന്യസിക്കുകയും ചെയ്തു. DGP എല്ലാ പോലീസുകാരോടും സജ്ജരായിരിക്കാൻ ആവശ്യപ്പെട്ട് അവധിയിൽ പോയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ട്രെയിനുകളുടെ സമയങ്ങൾ ക്രമീകരിച്ചു, ബസ്സുകളുടെ യാത്രകൾ ക്രമീകരിച്ചു. മാത്രമല്ല ജയലളിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തടയാൻ ജയലളിതയുടെ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വികാര പ്രകടനങ്ങൾ തടയാൻ വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നൽകിയിരുന്നു. ഔദ്യോഗികമായ പരിപാടികളൊക്കെ റദ്ദാക്കിയിരുന്നു. സ്കൂളുകൾക്കും കോളേജുകൾക്കുമൊക്കെ അവധി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. പോലീസ് സേനയെ പ്രധാന നഗരങ്ങളിൽ വിന്യസിച്ചു. ആശുപത്രിയുടെ പരിസരത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം ഭാഗത്ത് പോലീസ് സേനയെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി സജ്ജരാക്കി നിർത്തിയിരുന്നു. കൂടുതൽ ആളുകൾ അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഒക്കെ സംവിധാനങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പ്രകോപനപരമായ ഒരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ജയലളിത മരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നതിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട നിയന്ത്രണാതീതമായ കാര്യങ്ങൾ പോലും പോലീസ് നിയന്ത്രണ വിധേയമാക്കുന്ന തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏത് ഭാഗത്തും ഒരു ആവശ്യമായ രീതിയിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിർത്തികളിൽ പ്രത്യേക വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആവശ്യമായ സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ജയലളിതയുടെ വിയോഗ വാർത്ത ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ആശുപത്രിയിൽ നിന്ന് ഏറ്റവും അവസാനമായി ലഭ്യമാകുന്ന വിവരങ്ങൾ 12 മണിക്കൂർ കൂടി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുകയാണ്. ഇതിനുശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാനാകും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അവസാനമായി പുറത്തു വന്ന വാർത്താക്കുറിപ്പിൽ ജയലളിതയ്ക്ക് ജീവൻ നിലനിർത്താൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ജയലളിതയ്ക്ക് ഒപ്പമുണ്ട്. മന്ത്രിമാരും MLA-മാരും ഗവർണറും അടക്കമുള്ള ആൾക്കാർ ആശുപത്രിയിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ജയലളിതയ്ക്ക് ഒപ്പം ആശുപത്രിയിൽ തന്നെയുണ്ട്. എന്നാൽ ഇവരാരും മാധ്യമപ്രവർത്തകരോടോ മറ്റ് പുറത്ത് ജനങ്ങളോടോ ഔദ്യോഗികമായി എന്തെങ്കിലും ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള വിശദാംശങ്ങളോ മറ്റും നൽകുന്നില്ല. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. സൗമ്യ, ഒരുപക്ഷെ ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിലും ഇപ്പോൾ പ്രത്യേകിച്ച് അറിയാൻ സാധിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റലിന് സമീപത്തു നിന്നും ആൾക്കാരെയൊക്കെ ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ ഒരു വാർത്ത, അതായത് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൂടി വന്ന സാഹചര്യത്തിലും ആൾക്കാർക്ക് ആ ഒരു ആശങ്ക ഒഴിഞ്ഞൊരു പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടോ തമിഴ്നാട്ടിൽ പൊതുവെ? ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. എല്ലാവരും പരിഭ്രാന്തിയിലാണ്. അവർ ജയലളിതയുടെ ഒരു മടങ്ങിവരവ് പ്രതീക്ഷിച്ച് ജയലളിതയുടെ ആരാധകർ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ആയി കഴിയുന്നുണ്ടെങ്കിൽ പോലും അത്ഭുതം അല്ലാതെ മറ്റൊരു തരത്തിൽ ജയലളിത തിരിച്ചു വരില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ മുന്നിൽ ജനങ്ങളെ ഒഴിപ്പിക്കുക വളരെ പ്രതിസന്ധിയുടെ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക. പോലീസിന് അത്രത്തോളം പണിപ്പെടേണ്ടി വരും. അങ്ങനെ വൈകാരികമായ ഒരു രീതിയിലേക്ക്, പ്രകോപനപരമായ ഒരു രീതിയിലേക്ക് പോലീസ് എന്തായാലും പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാവും കഴിഞ്ഞ ദിവസം മുതൽ ആശുപത്രിയുടെ പരിസരത്ത് കിലോമീറ്ററോളം പോലീസ് സേനയെ വിന്യസിച്ചത്. കാരണം കേന്ദ്രമന്ത്രിമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വരണം, ജയലളിതയെ സന്ദർശിക്കണം, മറ്റ് VIP-കളായി എത്തുന്ന ആൾക്കാർക്കൊക്കെ ജയലളിതയെ സന്ദർശിക്കണം. ഇതിനു വേണ്ട സുരക്ഷാ ക്രമീകരണം ഇന്നലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. സിനിമാ മേഖലയിലുള്ള പ്രമുഖർ, തമിഴ്നാട്ടിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രമുഖർ, ദേശീയ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഇന്നും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ആശുപത്രിയുടെ പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത്. ഏതു സാഹചര്യവും നിയന്ത്രണ വിധേയമാക്കാനുള്ള രീതിയിൽ തന്നെ സുരക്ഷാ സേനയുടെ സംവിധാനങ്ങൾ ഒക്കെ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നിരുന്നാൽ തന്നെയും അവരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഇന്നലെ മുതൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആരോഗ്യനില കൂടുതൽ വഷളായി വരുന്നതായാണ് വിവരം. ഇന്ന് രാവിലെ സർജറിക്ക് സമാനമായ ചെറിയ ചികിത്സാ രീതികളൊക്കെ ജയലളിതയ്ക്ക് നൽകിയിരുന്നു.
ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശ്വാസകോശത്തിൽ അണുബാധയുണ്ട്. കാർഡിയാക് അറസ്റ്റിന് വേണ്ട ബാക്കി ട്രീറ്റ്മെൻറ്റുകളൊക്കെ വിദഗ്ധ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. എങ്കിലും യന്ത്രങ്ങളുടെ സഹായത്താലാണ് ഇപ്പോൾ ജയലളിതയുടെ ജീവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എല്ലാ അവയവങ്ങളും സാധ്യമായ എല്ലാ അവയവങ്ങളും യന്ത്രസഹായത്താൽ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി ഏറ്റവും വഷളായി തന്നെ തുടരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. മരുന്നുകളോട് യാതൊരു തരത്തിൽ പ്രതികരിക്കുന്നു എന്ന വാർത്തകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാർത്തകളോ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇക്കാര്യത്തിലുള്ള ഏറ്റവും വലിയ ആശങ്ക. ഒരുപക്ഷെ ഇങ്ങനെയൊരു വിഷയം പ്രത്യേകിച്ച് നേരത്തെ തമിഴ് മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ AIADMK നേതാക്കളുടെയൊക്കെ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ അന്തരിച്ചു എന്നൊരു വാർത്ത എന്നതിനപ്പുറത്തേക്ക് തന്നെ ജയലളിതയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചും വലിയൊരു ആശങ്ക തമിഴ്നാട്ടിൽ പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 12 മണിക്കൂർ എന്ന് പറഞ്ഞ ഈ ഒരു സമയത്തിനപ്പുറത്തേക്കും കൂടി കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാകേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു 3 മാസത്തോളമായി ഏതാണ്ട് ഭരണസ്തംഭനത്തിൽ തന്നെയാണ് തമിഴ്നാട് ഉള്ളത്. ജയലളിത ആശുപത്രിയിലായതിനു ശേഷം ബാക്കി കാര്യങ്ങളിലേക്കെല്ലാം ഒരുപക്ഷെ പനീർശെൽവത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ബാക്കി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് AIADMKയുടെ ഒരു നിലവിലെ ഒരു സ്വഭാവം സംബന്ധിച്ചിടത്തോളം ജയലളിതയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ജയലളിതയ്ക്ക് പിന്നിൽ ആര് എന്നുള്ള ഒരു വാക്ക് പോലും ഒരു ചിന്ത പോലും ഉടലെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എങ്ങനെ ഭരണകൂടം ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി അങ്ങോട്ടായാലും എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്നോ എന്ന് കൃത്യമായ ഒരു നിലപാട് AIADMK ഇല്ലാതെ പോകുന്നൊരവസ്ഥ കൂടിയുണ്ടോ? അത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ 74 ദിവസമായി ഇവർ ആശുപത്രിയിൽ കഴിയുകയാണ്. അപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഭരണസ്തംഭനം എന്ന നിലയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് പനീർശെൽവം മുഖ്യമന്ത്രിയുടെ വകുപ്പുകളൊക്കെ ഏറ്റെടുത്ത് ഭരണം സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നത്. അന്നു മുതൽ ജയലളിതയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ജയലളിത തിരിച്ച് ഭരണത്തിലേക്ക് എത്തുന്ന ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിലും ആരോഗ്യസ്ഥിതി അവർ വീണ്ടെടുത്ത് അവർ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഭരണത്തിലേക്ക് സജീവമാകുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ കത്തിലൂടെ ജയലളിത തൻ്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി വീണ്ടെടുത്തു. താൻ ഉടൻ മടങ്ങിയെത്തുമെന്ന തരത്തിൽ കത്ത് പുറത്തു വന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും ഹൃദയസ്തംഭനമെന്ന നിലയിൽ ആരോഗ്യസ്ഥിതി വഷളായ ഒരു സാഹചര്യം നിലവിലുണ്ടായത്. ഇപ്പോഴുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നം അതുതന്നെയാണ്. പാർട്ടിക്ക് ആരാണ് പിന്തുണ, ജയലളിതയ്ക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് തന്നെയാണ് രാഷ്ട്രീയ ലോകത്തിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. അതുതന്നെയാവും ഈ MLA-മാരും മന്ത്രിമാരും ഗവർണറും അടക്കം ഓരോ തവണയും ഇന്നലെ മുതൽ പലതവണ യോഗം ചേരുകയും ഒക്കെ ചെയ്തതിൻ്റെ പിന്നിലെ പ്രധാന അജണ്ട ഇതിന് ശേഷം ജയലളിതയ്ക്ക് ശേഷം ആരായിരിക്കും പിൻഗാമി എന്നുള്ള തരത്തിലുള്ള ചോദ്യചിഹ്നങ്ങളും അതിനുവേണ്ട ഉത്തരങ്ങൾ കണ്ടെത്തുന്ന തിരക്ക് അവർക്കുണ്ടാവും. ആരോഗ്യസ്ഥിതിക്ക് അപ്പുറം അത്തരം കാര്യങ്ങളിലൂടെ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, പാർട്ടിക്കുണ്ടാകുന്ന ഭാവി കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ജയലളിത നേരത്തെ ആരോഗ്യസ്ഥിതി മോശമായി തൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിലാഷങ്ങളോ ഒക്കെ തൻ്റെ വിശ്വസ്തരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ നിമിഷങ്ങളിൽ മന്ത്രിമാരും AIADMK പ്രവർത്തനമൊക്കെ വിശകലനം ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാവും ഒരു മരണ വാർത്തകൾ പുറത്തു വന്നിട്ട് പോലും പിന്നെയും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് മരണം സ്ഥിരീകരിക്കാതെ ജയലളിത അതീവ ഗുരുതരാവസ്ഥയിൽ വിദഗ്ധ ചികിത്സയിൽ തന്നെ കഴിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനുള്ള ഒരു കാരണമെന്ന് ഇപ്പോൾ നിഗമിക്കാനാവും. അതിലേക്ക് തിരികെ എത്താം. ഏതായാലും നിലവിൽ തമിഴ്നാട്ടിൽ അപ്പോളോ ഹോസ്പിറ്റലിന് സമീപത്തു നിന്നുള്ള AIADMK നേതാക്കളെ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന ജനങ്ങളെയൊക്കെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ സുരക്ഷയിലേക്ക് തമിഴ്നാട് നീങ്ങുന്നു. ഏതായാലും 12 മണിക്കൂറിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാം എന്നാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആ വിധത്തിൽ തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ജോർജറ്റ്, അതുതന്നെയായിരിക്കും ഒരുപക്ഷെ അറിയേണ്ട ഏറ്റവും വിശദമായ ഒരു വിവരം. എങ്ങനെയാണ് ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ? ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്ത വന്നു. നേരത്തെ തമിഴ് മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ അവരെ കോട്ട് ചെയ്ത് നമ്മളൊക്കെ കൊടുത്തതുപോലെ ജയലളിത മരിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള മെഡിക്കൽ സപ്പോർട്ടോടുകൂടി തന്നെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഒരു വിശദമായ വിവരങ്ങളിലേക്ക് പോയാൽ
സൗമ്യ, ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉള്ളതായോ, മരുന്നുകളോട് പ്രതികരിക്കുന്ന തരത്തിൽ ജയലളിതയുടെ ആരോഗ്യം പ്രതികരിച്ചു തുടങ്ങിയോ എന്ന തരത്തിലുള്ള യാതൊരു വിശദാംശങ്ങളും ലഭ്യമല്ല. അതീവ നിലയിൽ ഗുരുതരമായ അവസ്ഥയിലാണ് ജയലളിതയുടെ ആരോഗ്യനില എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നത്. ഉച്ചയ്ക്ക് ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിയുടെ വാർത്താക്കുറിപ്പിലും ഇതുതന്നെയായിരുന്നു പരാമർശിച്ചിരുന്നത്. താൻ സാധ്യമായതൊക്കെ എല്ലാ ചികിത്സകളും നൽകിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 2 മാസക്കാലം റിച്ചാർഡ് ബെയ്ലിയുടെ നേതൃത്വത്തിൽ ഉള്ള ചികിത്സകളാണ് ജയലളിതയ്ക്ക് നൽകി വന്നത്. അവർ ആരോഗ്യസ്ഥിതി ഒന്ന് വീണ്ടെടുത്ത സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. സംസാരശേഷി വീണ്ടെടുത്തിരുന്നു. ചുവടുകൾ വയ്ക്കാൻ ജയലളിതയ്ക്ക് കഴിഞ്ഞിരുന്നു. അവർ പൂർണ്ണമായി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ ജയലളിതയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായത്. പിന്നീട് ലണ്ടനിലെ റിച്ചാർഡ് ബെയ്ലിയുമായി വിദഗ്ധ സംഘം ഡോക്ടർമാർ ബന്ധപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ചികിത്സകൾ തുടരുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ വന്നത് ഏറെ നിരാശാജനകമായ വാക്കുകളാണ് കണ്ടത്. ജയലളിതയെ ഓർത്ത് ദുഃഖിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ വരികളിൽ പറഞ്ഞിരുന്നത്. സാധ്യമായതൊക്കെ എല്ലാ ചികിത്സകളും നൽകുന്നു, ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും മനുഷ്യസാധ്യമായ ചികിത്സാ രീതികളും ജയലളിതയ്ക്ക് നൽകുന്നു എന്നാണ് റിച്ചാർഡ് ബെയ്ലി പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ശുഭകരമായ രീതിയിലുള്ളൊരു വാർത്തകൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നോ ജയലളിതയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നോ ആശുപത്രിയിൽ ഇപ്പോഴുള്ള ജനപ്രതിനിധികളിൽ നിന്നോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായ അവസ്ഥയിൽ. സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായാൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സുരക്ഷാ സേനയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ എത്തുന്നു. തമിഴ് സിനിമാ രംഗത്തെ ജയലളിതയുമായി അടുത്ത് ബന്ധമുള്ളവർ ആശുപത്രിയിലെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നു. അവരൊക്കെ ആശുപത്രിയിൽ നിന്ന് ജയലളിതയുടെ ഓരോ നിമിഷങ്ങളും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ഡോക്ടർമാരുമായുള്ള ചർച്ചകളിലാണ്. ലഭ്യമാകുന്ന വിദഗ്ധ ചികിത്സകൾ ലഭ്യമാക്കാൻ കഴിയുമോ, എന്തെങ്കിലും സാധ്യമായ വഴികളുണ്ടോ എന്നൊക്കെ തന്നെ ആരായുമ്പോൾ പോലും തമിഴ് ജനത ഏറെ ആശങ്കയോടെയാണ് ഇരിക്കുന്നത്. തങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്ക അവരിൽ ഓരോരുത്തർക്കുമുണ്ട്. പലരും പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ആയി കഴിയുന്നു. എങ്കിൽ പോലും ജയലളിത ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രത്യാശിക്കാൻ തക്ക ഒരു റിപ്പോർട്ടുകളോ മെഡിക്കൽ ബുള്ളറ്റിനോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളോ ഒന്നും ഇപ്പോഴും ലഭ്യമായിട്ടില്ല. സൗമ്യ, അത് തന്നെയാണ്. ഒരുപക്ഷെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വിശദീകരണം വന്നത്. പ്രത്യേകിച്ച് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റുള്ളവരെ പറഞ്ഞയക്കുന്നത്, ബൈസ്റ്റാൻഡേഴ്സിനെ കൂടുതൽ പേരെ നിൽക്കാൻ അനുവദിക്കുന്നില്ല. ഹോസ്പിറ്റലിന് വലിയൊരു സുരക്ഷ ഒരുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ പോയിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വാർത്ത വരുന്നു. പിന്നീട് AIADMKയുടെ ആസ്ഥാനത്ത് കൊടി താഴ്ത്തി കെട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇങ്ങനെ അസ്വാഭാവികമായ നിരവധി കാര്യങ്ങൾ ഒരുപക്ഷെ കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി കൂടിയില്ലേ? ആശങ്കാജനകമാം വിധം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസമായി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നറിഞ്ഞപ്പോൾ മുതൽ വൻ സുരക്ഷാ സന്നാഹമാണ് അപ്പോളോ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കൂടുതൽ ജനങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ പോലും ഈ ജനങ്ങളുടെ വികാരപ്രകടനങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാമെന്നത് പോലീസിന് വലിയ തലവേദന തന്നെയാണ്. പ്രകോപനപരമായ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് വലിയ സംഘർഷത്തിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ ജയലളിതയെ അധികം സന്ദർശകരെ ഒന്നും അനുവദിക്കാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പോലും തമിഴ്നാട്ടിലെത്തി ജയലളിതയെ സന്ദർശിച്ചപ്പോൾ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ലഭ്യമായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ AIADMK മന്ത്രിമാരടക്കമുള്ള ആൾക്കാർക്ക് ആശുപത്രിക്കുള്ളിൽ ഒരു പ്രവേശനം ലഭ്യമായിരിക്കുന്നത്. ICUവിൽ കയറി ജയലളിതയെ എത്രത്തോളം അവർക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി യാതൊരു വിവരവുമില്ല. കാരണം അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗിയെ സന്ദർശിക്കാൻ ICUവിനുള്ളിൽ കയറി സന്ദർശിക്കാൻ ഡോക്ടർമാർ അനുവദിക്കുമെന്ന് കരുതാനാവില്ല. എങ്കിൽ പോലും മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ആശുപത്രിക്കുള്ളിൽ കയറാനും ICUവിൻ്റെ പരിസരത്ത് അവർക്ക് നിലയുറപ്പിക്കാനും ഒക്കെ സാധിക്കുന്നു. യോഗം ചേരാനുള്ള സാഹചര്യങ്ങളും ആശുപത്രിയിൽ ലഭ്യമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ പഴയ രീതിയിലല്ല, അവരുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് തന്നെ വേണം കരുതാൻ. ഒപ്പം തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇത്രത്തോളം ജനങ്ങൾ ആശുപത്രിക്ക് ചുറ്റും തടിച്ചുകൂടുന്നത് ആശുപത്രിയിലെ മറ്റു രോഗികൾക്ക് വളരെ പ്രത്യാഘാതങ്ങളാണ്. അവരുടെ ചികിത്സയെ ഏറെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു വേണ്ട മുൻകരുതലുകളൊക്കെ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള ചില കാര്യങ്ങൾ ഒരു 4 മണിയോടുകൂടി ആശുപത്രി അധികൃതർ ചിന്തിച്ചിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഏത് തരത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ വിദഗ്ധമായി തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രതിനിധികൾ അടക്കമുള്ളവർ, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ നിരന്തരം ആശയവിനിമയം നടത്തുന്നതും ആശുപത്രി
ആശുപത്രിയിൽ തന്നെ പലതവണ യോഗങ്ങൾ ചേരുന്നതും സൗമ്യ? ഏതായാലും AIDMKയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇനി ആരാകും തമിഴ്നാടിന്റെ പ്രത്യേകിച്ച് AIDMKയുടെ തലപ്പത്തേക്ക് വരിക എന്ന തരത്തിലൊക്കെ ഗൗരവതരമായി. നമുക്കറിയാം സ്വാഭാവികമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിഭിന്നമാണ് AIDMKയുടെ ഒരു അവസ്ഥ. അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതായത് അങ്ങനെ ആ വിധത്തിലുള്ള തീരുമാനങ്ങൾ പനീർശെൽവമായിരിക്കും ഇനി അടുത്തതായി വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. AIDMKയുടെ മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നു. ജയയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കാര്യമായി വിശദീകരിക്കാൻ പോലും AIDMK നേതാക്കൾക്ക് കഴിയാത്തൊരവസ്ഥ പോലും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ AIDMK പൊളിറ്റിക്സ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിരീക്ഷിച്ചാൽ ജയലളിതയ്ക്ക് ശേഷം ആര് എന്നതിനെ പറ്റി ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരമില്ല. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും പ്രമുഖ DMK അടക്കം കരുണാനിധിക്ക് ശേഷം കരുണാനിധിയുടെ മക്കളായ 2 പേരുണ്ട്. അവർ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരും എന്നൊക്കെ സ്വാഭാവികമായും അറിയാം. പക്ഷേ ജയലളിതയുടെ കാര്യത്തിൽ ഒരു മക്കൾ രാഷ്ട്രീയം പറയാനോ അതിനപ്പുറത്തേക്ക് വിശ്വസ്തനായ ഒരാളെ ഉയർത്തി കാണിക്കാനോ ഇതുവരെ സാധ്യമായിട്ടില്ല. ജയലളിത ഒറ്റയാൾ പട്ടാളമായി നിന്ന് തൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എല്ലാ തരത്തിലും തൻ്റെ ഇടത്തോടെ അതിനപ്പുറം ഒരു പക്വതയോടെ തമിഴ് ജനതയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. പക്ഷേ അവർക്ക് പിൻഗാമി ആര് എന്ന ചോദ്യത്തിൽ ഇതുവരെ ഒരു ഉത്തരം കണ്ടെത്താൻ അറിയില്ല. അവരുടെ എന്തെങ്കിലും അഭിലാഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ പോലും അവരത് ഇതേവരെ മാധ്യമങ്ങളിലോ മറ്റാരോടെങ്കിലും പങ്കുവച്ചതായുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അതുതന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. ജയലളിതയ്ക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യം രാഷ്ട്രീയ ലോകമെല്ലാം ഇന്ത്യ അടക്കം ഉറ്റുനോക്കുന്നതാണ്. കാരണം ശശികല എന്നൊരു സുഹൃത്ത് ഉണ്ട്. അവരായിരിക്കുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാകുമോ? പല സിനിമാ താരങ്ങളുടെയും പേരുകൾ ഈ സാഹചര്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ജയലളിതയ്ക്ക് ശേഷം ജയലളിത ചിലരെ നിയോഗിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നിരുന്നാൽ തന്നെയും നിലവിലെ അവസ്ഥയിൽ പനീർശെൽവത്തിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ജയലളിതയുടെ മുഖ്യമന്ത്രി പദങ്ങളൊക്കെ പനീർശെൽവത്തിനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ തുടരുന്നു. ഏറെക്കാലമായി പനീർശെൽവം അണ്ണാഡിഎംകെയുടെ ഒപ്പമുണ്ട്. ജയലളിതയുടെ വിശ്വസ്തനായി തന്നെ കൂടെയുണ്ട്. ജയലളിത അഴിമതി കേസിൽ ജയിലിലായ സാഹചര്യത്തിൽ അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയുടെ പദം അലങ്കരിച്ചിരുന്നത്. അതിനു മുമ്പ് 2001 ജയലളിത മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് ജയലളിതയ്ക്ക് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലും ഡമ്മി മുഖ്യമന്ത്രിയായി പനീർശെൽവത്തെ തന്നെ ആയിരുന്നു ജയലളിത മുന്നിൽ നിർത്തി ഭരണം തുടർന്നത്. ആ സാഹചര്യത്തിൽ പനീർശെൽവത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നീക്കമാകും ഇനി ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് വിലയിരുത്തുന്നത്. അതിനപ്പുറത്തേക്ക് ജയലളിതയ്ക്ക് എന്തെങ്കിലും അഭിലാഷങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അങ്ങനെ പുതിയൊരു നേതാവ് AIDMKയിലേക്ക് ഉയർന്നു വരുമോ എന്ന കാര്യത്തിലും യാതൊരു വിവരങ്ങളും സൂചനകളുമൊന്നും ഇതേവരെ ലഭ്യമായിട്ടില്ല. പനീർശെൽവത്തെ മുൻനിർത്തിയുള്ള ഒരു നീക്കമാകും ഇപ്പോഴും നടക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ അടക്കം അഴിച്ചുപണി നടത്തേണ്ട ആവശ്യമുണ്ടാകും. മറ്റു വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. പുതിയ നേതാക്കൾ ഉണ്ടാകേണ്ട കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, പ്രതിപക്ഷ ആരോപണങ്ങളെ നേരിടണം, ജയലളിതയുടെ അഭിമാനത്തിന് ജയലളിതയുടെ ക്രെഡിബിലിറ്റി നിലനിർത്തണം. ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളാവും ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാവും ജയലളിതയ്ക്ക് ഇത്ര ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിട്ടും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ മരണവാർത്തകൾ പുറത്തു വന്നപ്പോൾ പൊടുന്നതിന് തന്നെ മരിച്ചിട്ടില്ല, ജയലളിത ചികിത്സയിൽ തുടരുകയാണ്, വിദഗ്ധ ചികിത്സ നൽകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്ന് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകാത്ത തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അണ്ണാഡിഎംകെയിൽ ഉണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ ആവാം ഒരുപക്ഷെ നിഗമനം മാത്രമാണ്, നിരീക്ഷണം മാത്രമാണ്. പാർട്ടിയിൽ നിന്ന് കൊടി ജയലളിത മരിച്ചു എന്ന രീതിയിൽ പാർട്ടി ആസ്ഥാനത്ത് കൊടി താഴ്ത്തി കെട്ടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അത് അണ്ണാഡിഎംകെ നേതാക്കളെ ഉദ്ധരിച്ച് വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലായിരുന്നു. പിന്നീട് ആ ആശുപത്രിയുടെ റിപ്പോർട്ട് വന്ന ശേഷം പതാക ഉയർത്തിക്കെട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അണ്ണാഡിഎംകെയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ രാഷ്ട്രീയത്തിൻ്റെ വിലപേശലുകളോ ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് ഈ സംശയത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. സൗമ്യ, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വീണ്ടും എത്താം. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് എന്നും എഗ്മോയുടെ പ്രവർത്തനത്തോടുകൂടി ജീവൻ നിലനിർത്താനുള്ള കഠിനമായ ശ്രമത്തിൽ തന്നെയാണ് എന്നും 12 മണിക്കൂർ കൂടി നിരീക്ഷണം തുടരേണ്ടതുണ്ടെന്നും അതിനുശേഷം കാര്യങ്ങൾ വ്യക്തമാക്കാമോ എന്നുമാണ് അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം
ഇപ്പോഴും എഗ്മോയുടെ പ്രവർത്തനത്തോടുകൂടി ജയലളിതയുടെ ശാരീരിക സ്ഥിതി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭ്യൂഹങ്ങൾ അവസാനിപ്പിക്കണം, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അവസാനിപ്പിക്കണം, ജയലളിതയ്ക്ക് ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ടിനൊപ്പമുള്ള വാർത്താക്കുറിപ്പിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർമാരൊപ്പം തന്നെ എയിംസിലെ ഡോക്ടർമാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി ജോർജറ്റിലേക്ക് പോവുകയാണ്. ജോർജറ്റ്, ഇങ്ങനെയൊരു വിഷയം പറയുമ്പോഴും ഒരുപക്ഷെ കേന്ദ്രസേനയെ അടക്കം വിന്യസിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ് സുപ്രധാനമായ ഒരു കാര്യം. അത്തരത്തിൽ ഇപ്പോഴും സുരക്ഷ കൂടുതൽ ശക്തമാക്കി തന്നെയാണോ തുടരുന്നത്? തീർച്ചയായും സൗമ്യ, ഇതിനു മുമ്പ് തമിഴ്നാട് ഇത്തരമൊരു പ്രതിസന്ധി നേരിട്ടത് MGRന്റെ മരണത്തോടെ ആയിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജയലളിതയെ പോലെ തന്നെ നിരവധി ആരാധകരുള്ള രാഷ്ട്രീയത്തിലും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലും സിനിമാ മേഖലയിലുമൊക്കെ നിരവധി ആരാധകരുള്ള തമിഴ്നാടിൻ്റെ ദൈവം എന്ന നിലയിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു MGR. ആ തലത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ജയലളിതയുടെ കാര്യങ്ങളും എത്തിച്ചേരുന്നത്. ഏറെ ആരാധകരുണ്ട്, വൈകാരികമായി തന്നെ ഓരോ ജനങ്ങളും പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ ഏറെ സുരക്ഷ ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം രാഷ്ട്രീയ തലത്തിൽ അവർ ജനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ അത്രത്തോളം വിലമതിക്കാനാകാത്തതാണ്. തമിഴ് ജനതയെ അന്തസ്സോടെ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ജയലളിത. വെറും 12 രൂപയ്ക്ക് നല്ല ആഹാരം കഴിക്കാവുന്ന തരത്തിലേക്ക് തന്നെ തമിഴ് ജനതയുടെ രീതികൾ മാറ്റിമറിച്ചതിൽ ജയലളിതയ്ക്ക് വലിയ പങ്കുണ്ട്. മാത്രമല്ല, സാധാരണക്കാർക്ക് വേണ്ടി, താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടി അവർ ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ അവരെ അമ്മ എന്ന നിലയിൽ അവരുടെ മനസ്സിലേക്ക് കുടിയിരുത്തുന്നതിന് വേണ്ടി ഏറെ സഹായകരമായിട്ടുണ്ട്. അതിനപ്പുറം അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള നിരവധി നാടിനു വേണ്ടി നിലനിന്നിട്ടുള്ള പൊരുതിയിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഈ അടുത്ത കാലത്ത് വരെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. കാവേരി നദീജല തർക്കമൊക്കെ ഉണ്ടായപ്പോൾ തമിഴ്നാടിന് വേണ്ടി കേന്ദ്രത്തോട് വാശിയോടെ പോരാടിയ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ പകരം വെക്കാനില്ലാത്ത ഒരു നേതാവ് എന്ന നിലയിൽ തങ്ങളുടെ സ്വന്തം എന്ന് കരുതുന്ന അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു വിയോഗം അവിടെ സാധാരണക്കാർക്ക് ആർക്കും താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പലരും ജയലളിതയ്ക്ക് വേണ്ടി ജീവത്യാഗം വരെ നടത്താൻ തയ്യാറായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ പോലും വഴിത്താരകളിൽ നിരവധി ആൾക്കാർ ജയലളിതയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളോടെ കാത്തു നിന്നിരുന്നു. വൃക്ക സംബന്ധമായ അസുഖമായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നിരവധി പേർ അവയവദാനത്തിന് പോലും സന്നദ്ധമായ ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയും തങ്ങളുടെ തലൈവിയെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കുക എന്ന തരത്തിൽ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്ന അനേകായിരങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. അവരുടെ വൈകാരികമായ പ്രകടനങ്ങൾ ഒരു വിയോഗ വാർത്ത പുറത്തു വന്നാൽ എത്രത്തോളം ആകുമെന്ന് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതയോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഹൃദയസ്തംഭനം ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ജയലളിതയുടെ നിമിഷങ്ങളിലല്ല മണിക്കൂറുകളിലേക്ക് ജീവൻ ചുരുങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു വലിയ പ്രത്യാഘാതം തടയുവാൻ വേണ്ടി തീവ്രമായ അണികളുടെ അല്ലെങ്കിൽ തമിഴ് ജനതയുടെ വികാര പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ തമിഴ്നാടിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് തമിഴ്നാട്ടിൽ എത്താൻ വേണ്ടി കേന്ദ്രം നിർദ്ദേശം നൽകുകയും അദ്ദേഹവുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇടപെട്ടാണ് കൂടുതൽ കേന്ദ്രസേനയെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കാം എന്ന നിർദ്ദേശം നൽകിയത്. പിന്നീട് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇടപെട്ട് ജയലളിതയുടെ ചികിത്സകൾ വേണ്ട വിധം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ജയലളിതയ്ക്കുണ്ടാകുന്ന എന്ത് പ്രത്യാഘാതങ്ങളും അണികൾക്കുണ്ടാകുന്ന തീവ്രമായ വികാര വിക്ഷോഭങ്ങളുമൊക്കെ തടയുന്നതിനാവശ്യമായ ആത്മഹൂതികൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ട് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഈ തമിഴ്നാട്ടിൽ ഒരുക്കാൻ ഭരണകൂടം ശ്രമിച്ചത്. പോലീസ് സേനയെ അവധിയിൽ പോയ പോലീസ് സേനയെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. പ്രധാന നഗരങ്ങളിലും ആശുപത്രി പരിസരങ്ങളിലും എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ അത്യാഹിതങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലുമൊക്കെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. കേന്ദ്ര സേനയെ വിന്യസിച്ചു. മറ്റ് നിരോധനാജ്ഞയ്ക്ക് സമാനമായ രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമാണ് തമിഴ് ജനതയെ സംബന്ധിച്ചോളം എത്രത്തോളം വികാരപരമായി അവർ പ്രതികരിക്കും, ഓരോ ചെറിയ കാര്യത്തിന് പോലും പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ചെറിയ കാര്യത്തിന് പോലും അത്രത്തോളം ഒരു സംസ്കാരം ആ നാട്ടിലുള്ളപ്പോൾ അതിനു വേണ്ട മുൻകരുതലുകളൊക്കെ ഈ സന്ദർഭത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. സൗമ്യ.
ജോർജറ്റാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ഇഗ്മോയുടെ സഹായത്തോടെ ജീവൻ നിലനിർത്താനുള്ള ദിവശ്രമത്തിലാണ്. സ്വാഭാവിക സ്ഥിതിയിലേക്ക് ജയലളിതയുടെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും അപ്പുറത്തേക്ക് വന്ന വാർത്തകൾ തെറ്റാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുള്ളത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. എയിംസിലെ ഡോക്ടർമാരും ഒപ്പം തന്നെ അപ്പോളോയിലെ വിദഗ്ധ ഡോക്ടർമാരും ഇപ്പോഴും ഇഗ്മോയുടെ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്താൻ സ്വാഭാവിക അവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ്. അതിനിടയിൽ ജയലളിത അന്തരിച്ചു എന്ന തരത്തിൽ വന്ന വാർത്തകൾ നേരിയ രീതിയിൽ അപ്പോളോ ഹോസ്പിറ്റലിന് മുമ്പിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരുന്നു. എന്നാൽ പിന്നീടാണ് അപ്പോളോ ഹോസ്പിറ്റലിലെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നത്. ഇതേ തുടർന്ന് വീണ്ടും കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും പോലീസിനെ വിന്യസിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ജോർജറ്റ്, ഒരുപക്ഷെ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ മുതൽ ഈ കാർഡിയാക് അറസ്റ്റ് വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ വലിയ ആശങ്ക ഉയർത്തുന്നതായിരുന്നു, അല്ലെങ്കിൽ വലിയ ആശങ്കകൾക്കും ഒക്കെ നിദാനമായിട്ടുള്ളതായിരുന്നു. ഒരുപക്ഷെ ഇന്നലെ മുതൽ നല്ല സെപ്റ്റംബർ 22 ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ മുതൽക്കേ തന്നെ മുതിർന്ന ADMK നേതാക്കൾക്ക് പോലും ജയലളിതയെ കാണാനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. തീർച്ചയായും കഴിഞ്ഞ സെപ്റ്റംബർ 22-ാം തീയതിയാണ് ജയലളിത അപ്പോളോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. അതിനുശേഷം അവരുടെ അവർ മരിച്ചു എന്ന തരത്തിലുള്ള നിരവധി അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നെങ്കിലും ആശുപത്രി അധികൃതരുടെ വാർത്താ ബുള്ളറ്റിനുകളിലൂടെയും ADMK നേതാക്കളുടെ പ്രസ്താവനകളിലൂടെയും ഒക്കെ ആ വാർത്തകളൊക്കെ തെറ്റായിരുന്നു എന്ന തരത്തിൽ തന്നെയായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ഇതിനിടെ വിദേശ ഡോക്ടർമാരുടെ സഹായം വിദഗ്ധ ചികിത്സയ്ക്കായി തേടി ഡോക്ടർ റിച്ചാർഡ് ബെയിലുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ ജയലളിതയ്ക്ക് നൽകുകയും ജയലളിത ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ആശുപത്രി വാസം ICUവിൽ നിന്ന് അവർ വാർഡിലേക്ക് മാറ്റി ദിവസങ്ങൾ പിന്നിട്ട് അവർ പുറം ലോകത്തേക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് 4:30-ക്കും 5:30-ക്കും ഇടയിൽ ഹൃദയാഘാതമുണ്ടായി എന്ന് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം വരുന്നത്. ഇതിനുശേഷം അവർ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. ഉടൻ തന്നെ അവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് തയ്യാറാക്കി. ദില്ലിയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ലണ്ടനിലുള്ള ഡോക്ടറുമായി ബന്ധപ്പെട്ടു. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ജയലളിതയുടെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ മുതൽ തന്നെ തുടർന്നു വരികയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ആശുപത്രിയുടെ രണ്ടാമത്തെ വാർത്താ ബുള്ളറ്റിൻ പുറത്തു വന്നത്. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായി എന്നാണ് ഇന്ന് രാവിലെ വന്ന വാർത്താ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നത്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും നൽകുന്നു എന്നാണ് ആശുപത്രി വാർത്താ ബുള്ളറ്റിനുണ്ടായിരുന്നത്. ഇതിനിടയിൽ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജയലളിതയ്ക്ക് ചെറിയ ഒരു ശസ്ത്രക്രിയ നടത്തിയെന്നാണ് അനൗദ്യോഗികമായി വാർത്താ ബുള്ളറ്റിൻ ഇല്ലെങ്കിലും നമ്മൾക്ക് അറിയാൻ കഴിയുന്ന വാർത്തകൾ. അതിനുശേഷം ജയലളിതയുടെ ആരോഗ്യസ്ഥിതി മരുന്നുകളോട് പ്രതികരിക്കുന്നതായുള്ള വാർത്തകളോ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതായ തരത്തിലുള്ള വാർത്തകളോ ഒന്നും പുറത്തു വന്നിരുന്നില്ല. ഉച്ചയോടുകൂടി ചികിത്സകൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടറുടെ വാർത്താക്കുറിപ്പാണ് പിന്നെ മാധ്യമങ്ങൾക്ക് ലഭ്യമായത്. ഏറെ ദുഃഖിതനായിരിക്കുന്നു, ജയലളിതയുടെ അവസ്ഥയെ ഓർത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചർച്ചകളിലേക്കൊക്കെ തന്നെ വളരെ വേഗം എത്താം. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം.